കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വെള്ളക്കാരനായ IS ഭീകരൻ ഖാലിദ് കല്ലി ടെൽ അഫറിലെ ഇറാഖി സൈനിക മേഖലയിലേക്ക് ട്രക്കിരച്ചു കയറ്റി സ്ഫോടനം നടത്തിയത്. മൊസൂളിൽ IS നടത്തുന്ന അവസാന ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായിരുന്നു ഈ സ്ഫോടനം. അയർലൻഡിലെ ഡബ്ലിനിൽ നിന്നുള്ള ടെറൻസ് ആണ് ആക്രമണം നടത്തിയ ടെറി താലിബാൻ എന്ന ഖാലിദ് കല്ലി. 49-കാരനായ ഇയാൾ ഇസ്ലാമിലേക്ക് വർഷങ്ങൾക്ക് മുമ്പാണ് മതം മാറിയത്. സൗദിയിൽ നഴ്സായിരുന്നു ഇയാൾ. 2000-ൽ സൗദിയിൽ ജോലി ചെയ്യുന്ന കാലത്ത് മദ്യം കടത്തിയ കേസിൽ ജയിലിലായി. അവിടെ തടവിൽ കഴിയുന്ന കാലത്താണ് ഇയാൾ ഇസ്ലാം മതം സ്വീകരിച്ചത്. 2002-ൽ സൗദി ഇയാളെ UK-ലേക്ക് നാട് കടത്തി. പിന്നീട് ഡബ്ലിനിലെ ഗ്രാമപ്രദേശത്ത് വാടക വീട്ടിലായിരുന്നു ഇയാളുടെ താമസം. സ്വതവേ അന്തർമുഖനായിരുന്ന ഇയാൾ നാട്ടുകാരുമായി അത്ര അടുത്ത് ഇടപഴകിയിരുന്നില്ല. ഇടയ്ക്ക് കടകളിലൊക്കെ വരുമെന്നതൊഴിച്ചാൽ നാട്ടുകാർക്കും ഇയാളുടെ പശ്ചാത്തലത്തെപ്പറ്റി കാര്യമായ അറിവുണ്ടായിരുന്നില്ല. പാകിസ്ഥാൻകാരിയായ ഭാര്യയും കുട്ടികളും ലണ്ടനിലാണ് താമസം. ഇടയ്ക്ക് ഡബ്ലിനിൽ വന്നിട്ടുള്ളതായി നാട്ടുകാരിൽ ചിലർ ഓർക്കുന്നുണ്ട്. തീവ്ര ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്ന ഇയാൾ ഡബ്ലിനിലെ മുസ്ലിം സമൂഹത്തിലും ഒറ്റപ്പെട്ടാണ് കഴിഞ്ഞിരുന്നത്. ബ്രിട്ടീഷ് ഇസ്ലാമിക ഭീകര സംഘടനയായ അൽ മുഹാജിറോണിന്റെ ഭാഗമായിരുന്നു ഇയാളുടെ പ്രവർത്തനം. ഇസ്ലാം പ്രചരിപ്പിക്കാൻ വാക്കും വാളുമാണ് രണ്ടു മാർഗങ്ങളെന്നായിരുന്നു കല്ലിയുടെ പക്ഷം. വെള്ളിയാഴ്ചത്തെ സ്ഫോടനത്തിന് ശേഷമാണ് ഇയാൾ IS ഭീകരനായിരുന്നു എന്ന് നാട്ടുകാർ അറിയുന്നത്. മേഖലയിൽ ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയവും ഖാലിദ് കല്ലി തന്നെയാണ്. കല്ലിയുടെ മരണവാർത്ത ഐറിഷ് മുസ്ലിം ജനതയ്ക്ക് ആശ്വാസമാണ് നൽകുന്നതെന്നായിരുന്നു പ്രദേശത്തെ ഇസ്ലാമിക് സെന്റർ ഇമാം ഷെയ്ഖ് ഉമർ അൽ ഖദ്രിയുടെ പ്രതികരണം. സ്പന്ദിക്കുന്ന ടൈം ബോംബായിരുന്നു അയാൾ. അയാളുടെ മരണത്തോടെ അയർലൻഡിൽ കുഴപ്പമുണ്ടാക്കുമെന്ന ഭീഷണി ഒഴിവായെന്നും ഇമാം പറയുന്നു. മാത്രമല്ല, നിരപരാധികളെ കൊന്നൊടുക്കിയ കല്ലിയെ കാത്തിരിക്കുന്നത് നരകമാണെന്നും ഇമാം അൽ ഖദ്രി പറഞ്ഞു.